ദശകം 9 ശ്ലോകം 6. കിരീടമകുടോല്ലസത് കടകഹാരകേയൂരയുങ് മണിസ്ഫുരിതമേഖലം സുപരിവീതപീതാംബരം കളായ കുസുമപ്രഭം ഗളതലോലസത് കൗസ്തുഭം വപുസ്തദയി ഭാവയേ കമലജന്മനേ ദർശിതം. ഇതിൻ്റെ അർത്ഥമാണ് നമ്മൾ നോക്കുന്നത്. അല്ലയോ ഭഗവൻ, കിരീടം, മകുടം എന്നിവ കൊണ്ട് ശോഭിക്കുന്നതും വളകൾ, രത്നമാലകൾ, തോൾവള എന്നിവയോട് കൂടിയതും രത്നങ്ങൾ കൊണ്ട് ശോഭിക്കുന്ന അരഞ്ഞാൺ ധരിച്ചിട്ടുള്ളതും ഭംഗിയായി ചാർത്തിയ മഞ്ഞപ്പട്ടാടയോട് കൂടിയതും കായാമ്പു നിറം കൊണ്ട് ശോഭിക്കുന്നതും ബ്രഹ്മാവിന് പ്രത്യക്ഷമാക്കി കൊടുത്തതും ആയ അങ്ങയുടെ ദിവ്യമായ രൂപം ഞാനിതാ ധ്യാനിക്കുന്നു എന്നാണ് പറയുന്നത്. ശ്ലോകം 7. ശ്രുതി പ്രകരദർശിത പ്രചുര വൈഭവ ശ്രീപതേ ഹരേ ജയ ജയ പ്രഭു പദമുപൈഷി ദൃഷ്ട്യാദൃശോ കുരുഷ്വദിയമാശു മേ ഭുവന നിർമ്മിതൗ കർമ്മഠാം ഇതി ദ്രുഹിണവർണിത സ്വഗുണബംഹി മാം പാഹി മാം. അർത്ഥമാണ് പറയുന്നത്. ഉപനിഷത്ത്, വേദങ്ങൾ തുടങ്ങിയവയാൽ വ്യക്തമാക്കപ്പെട്ട വിവിധ മാഹാത്മ്യത്തോടു കൂടിയവനും ലക്ഷ്മീകാന്തനും സംസാര ദുഃഖ നിവാരകനും സർവശക്തനുമായ ഭഗവാനെ അവിടുന്ന് വിജയിച്ചാലും ഭാഗ്യവശാൽ അങ്ങ് എൻ്റെ ദൃഷ്ടിമാർഗത്തിലാണ്. നിൻ തിരുവടി എനിക്ക് ഭുവന സൃഷ്ടി വിഷയത്തിൽ സാമർഥ്യമുള്ള ബുദ്ധി ഉടൻ നൽകണമേ. എന്നിപ്രകാരം ബ്രഹ്മാവിനാൽ വർണ്ണിക്കപ്പെട്ട മാഹാത്മ്യാദി രേഖത്തോടു കൂടിയ ഭഗവാൻ അടിയനെ രക്ഷിക്കണമേ എന്നാണ് നാരായണ ഭട്ടതിരിപ്പാട് പറയുന്നത്. ശ്ലോകം 8. ലഭസ്വഭുവനത്രയീ രചന ദക്ഷതാമക്ഷതാം ഗൃഹാണമദനുഗ്രഹം കുരുതഭച്ച ഭൂയോ വിതേ ഭവത്വഖില സാധനീ മയി ച ഭക്തിരത്യുത്കടേതി ഉദീര്യ ഗിരമാദദാ മുദിത ചേതസം വേദസം. അർത്ഥമാണ് നമ്മൾ നോക്കുന്നത്. ബ്രഹ്മാവേ, ഒരു തടസ്സവും വരാത്ത ത്രൈലോക്യ സൃഷ്ടി വൈഭവം ലഭിക്കുമാറാകട്ടെ. എൻ്റെ അനുഗ്രഹത്താൽ ഇനിയും തപസ് അനുഷ്ഠിക്കുക. സർവ അഭീഷ്ടങ്ങളും സാധിക്കുമാറ് എന്നിൽ തീവ്രമായ ഭക്തി ഉണ്ടാകട്ടെ. ഇപ്രകാരം അരുളി ചെയ്തു ഭഗവാൻ ബ്രഹ്മാവിനെ സന്തുഷ്ടചിത്തനാക്കി. ശ്ലോകം 9. ശതം കൃതതപാസ്തത സഖലു ദിവ്യ സംവത്സരാൻ അവാപ്യ ച തപോബലം മതിബലം ച പൂർവാധികം ഉദീക്ഷ്യ കില കമ്പിതം പയസി പങ്കജം വായുനാ ഭവദ്ബല വിജൃംഭിത പവനപാദസീ പീതവാൻ. ശ്ലോകം 9 അർത്ഥമാണ് നമ്മൾ പറയുന്നത്. അനന്തരം ആ ബ്രഹ്മാവ് അനേക ദിവ്യവർഷങ്ങൾ അതികഠിനമായി തപസ്സനുഷ്ഠിച്ചു. പൂർവാധികം തപശക്തിയും ബുദ്ധിശക്തിയും നേടി. കാരണജലത്തിൽ തൻ്റെ ആവാസഭൂമിയായ താമര വായുവിനാൽ ഇളകുന്നത് കണ്ടിട്ട് അങ്ങയുടെ ബലത്താൽ കൂടുതൽ ശക്തിയുള്ളവനായി ആ വായുവും ജലവും പാനം ചെയ്തു. ശ്ലോകം 10. തവൈവ കൃപയാ പുനഃ സരസിജേന തേനൈവ സഹ പ്രകൽപ്യ ഭുവനത്രയീം പ്രവവൃതേ പ്രജാനിർമ്മിതൗ തഥാവിധ കൃപാഭരോ ഗുരുമരുത്പുരാധീശ്വരാം ത്വമാശു പരിപാഹി മാം
ഗുരുദയോക്ഷിതൈരീക്ഷിതൈഃ. അർത്ഥമാണ് നമ്മൾ നോക്കുന്നത്. അനന്തരം അങ്ങയുടെ കൃപാകടാക്ഷത്താൽ ബ്രഹ്മാവ് ആ പത്മം കൊണ്ട് 3 ലോകങ്ങളെയും സൃഷ്ടിച്ചതിന് ശേഷം ചരാചര സൃഷ്ടിയിൽ ഏർപ്പെട്ടു. ഗുരുവായൂരപ്പ, ഈ വിധത്തിൽ കാരുണ്യവാനായ അവിടുന്ന് അത്യന്ത ദയാർദ്രങ്ങളായ കടാക്ഷങ്ങളെ കൊണ്ട് എന്നെയും രക്ഷിക്കണമേ എന്നാണ് നാരായണ ഭട്ടതിരിപ്പാട് പറയുന്നത്.